നിങ്ങൾ അസംതൃപ്തനാണോ? ലോകത്തിന് തരുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തിയില്ലാത്തവൻ ആകുന്നു എന്നാണോ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ എനിക്ക് അതിനുള്ള ദാഹമുണ്ടോ? മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഞാൻ സംതൃപ്തനാണോ? എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ദാഹമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാഹം. സംതൃപ്തി അടയുന്നതിനുള്ള ഏക ലക്ഷണം അതാണ്. അങ്ങനെയുള്ളവരെ ജീവജലത്തിങ്കിലേക്ക് ക്ഷണിക്കുന്നു. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം തന്നെ ദൈവരാജ്യത്തിൽ നിവൃത്തിയാകും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന സങ്കീർത്തനക്കാരൻ്റെ പാട്ടിൽ നിന്നും ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിലായിരിക്കുന്ന ഒരു ഭക്തൻ്റെ സംതൃപ്തി നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ഈ ലോകത്തിലെ അധർമ്മ പ്രവൃത്തികളും അനീതിയും അശുദ്ധിയും ഒക്കെ കണ്ട് ദുഃഖിച്ച് ഞരങ്ങുന്ന സകല മനുഷ്യരും ദൈവിക ഭരണത്തിൻ കീഴിൽ സന്തുഷ്ടരായിരിക്കും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു ദൈവരാജ്യമെന്നാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 54 55 അധ്യായങ്ങൾ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. രക്ഷയെ തുടർന്നുള്ള ഭാവി മഹത്വമാണ് യെശയ്യാപ്രവചനം 54 അധ്യായത്തിലെ വിഷയം. 53 അധ്യായത്തിന് പിൻപേ ന്യായമായും വരുന്ന അധ്യായമാണ് ഇത് എന്നറിയാമല്ലോ. വീണ്ടെടുപ്പുകാരൻ സിയോനിൽ വരുവാൻ പോകുന്നു. ഒരിക്കൽ അവർ അവനെ കാണും. ഇതേക്കുറിച്ച് 54 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നതാണ്. ദൈവം ഇസ്രായേലിനോട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഈ വിഷയം. 54 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്ക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. രക്ഷകൻ നൽകിയ വീണ്ടെടുപ്പ് ലോകത്തിലൊരു പാട്ടുളവാക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ അന്ന് ആനന്ദത്തിൻ്റെ പാട്ട് പാടും. ലോകത്തിന് അതിൻ്റേതായ ആഹ്ലാദവും പാട്ടുമെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർ അനുഗ്രഹത്തിൻ്റെ പാട്ടാണ് പാടുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ യഥാർത്ഥ സന്തോഷത്തിൻ്റെ പാട്ട് പാടും. അവർ സ്വർഗത്തിൽ ആയിരുന്നാലും ഭൂമിയിലായിരുന്നാലും സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടിക്കൊട്ടേയിരിക്കും. പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക. മുമ്പ് കാലത്ത് ഇസ്രായേൽ ഒരു പ്രസവിക്കാത്ത ഭാര്യയായിരുന്നു. സാറായുടെ ജീവിതം അതിൻ്റെ ചെറിയൊരു മാതൃകയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവൾ മച്ചിയായിരുന്നു. 80 വയസ്സുള്ള മക്കളില്ലാത്തൊരു വൃദ്ധ സ്ത്രീ. അവൾക്ക് ഒരു കുട്ടി ജനിക്കുവാൻ ദൈവം അവളെ അനുഗ്രഹിച്ചു. അവളിൽ കൂടി ഉളവായ ലക്ഷോപലക്ഷം ആളുകളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. യെശയ്യാപ്രവചനം 53 അധ്യായത്തിലെ ക്രൂശീകരണത്തെ തുടർന്ന് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ആർത്ത് ഘോഷിക്ക എന്നാണ്. പാട്ട് പാടുക. ആനന്ദത്തിൻ്റെ പാട്ട് പാടുവാൻ ഇസ്രായേലിനെ ആഹ്വാനം ചെയ്യുന്നതാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ യഹൂദന്മാർ ഇന്ന് അവരുടെ ദേശത്ത് പാട്ട് പാടുന്നില്ല. മുമ്പ് ഇസ്രായേൽ ജനം പ്രസവിക്കാത്ത ഒരു ഭാര്യയെപ്പോലെ ആയിരുന്നു. എന്നാൽ ഭാവിയിൽ അവളുടെ കഷ്ടത മാറിപ്പോകും. നിന്ന അവളെ വിട്ട് നീങ്ങിപ്പോകും. അവളുടെ ഭാവി മഹത്വകരമായിരിക്കും. കാരണം അവൾക്ക് ഭാവിയിൽ അനേകം മക്കളുണ്ടാകുവാൻ പോകുന്നു. 2 വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ, തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ദൈവം അവർക്ക് കൊടുത്ത ദേശം മുഴുവനായി ഇസ്രായേലിന് ഒരിക്കലും അവകാശപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം മറക്കരുത്. അവർക്ക് കൊടുത്ത ദേശത്തിൻ്റെ അതിരുകളെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 1 അധ്യായം 4 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 3 ലക്ഷം ചതുരശ്ര മൈൽ ആകുന്നു അവർക്ക് വാഗ്ദത്തം ചെയ്തത്. ദാവീദിൻ്റെ കാലത്ത് പോലും
30,000 ചതുരശ്ര മൈൽ മാത്രമേ അവർ അവകാശമാക്കിയിരുന്നുള്ളൂ. ഇപ്പോൾ ദൈവം പറയുന്നത് അവർ തങ്ങളുടെ കൂടാരം വിശാലമാക്കുമെന്നാണ്. അവർ അവരുടെ രാജ്യത്ത് സുരക്ഷിതരായിരിക്കും. കർത്താവ് ഭരണം നടത്തുമ്പോൾ ഇസ്രായേൽ ജനം അവർക്ക് അവകാശമായി കൊടുത്ത ദേശം പൂർണ്ണമായി കൈവശമാക്കി അതിൽ നിർഭയം വസിക്കും. ഇനിയും 3-ാം വാക്യം, 54-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഇന്ന് അന്യജാതികളുടെ കയ്യിലാണ് ഈ വാഗ്ദത്ത നാടിൻ്റെ കൂടുതൽ സ്ഥലവും ഇരിക്കുന്നത്, യഹൂദന്മാരുടെ കയ്യിലല്ല. എന്നാൽ അന്ന് അവർക്ക് തങ്ങളുടെ അതിർത്തികളിലേക്ക് പിന്മാറേണ്ടതായി വരും, ഈ അന്യജാതികൾക്ക്. ഇന്ന് ലോകത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തി വിശാലമാക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്നു. കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം ഒടുവിൽ ചെന്ന് യുദ്ധത്തിൽ കലാശിക്കുന്നു. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. കർത്താവ് ഭരണം നടത്തുമ്പോൾ ഇസ്രായേൽ ജനത്തെ തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനമായി ദൈവം വീണ്ടും അവകാശമാക്കും. വ്യഭിചാര കുറ്റത്താൽ വിവാഹമോചനത്തിന് വിധേയയാക്കപ്പെട്ട ഒരു ഭാര്യയെപ്പോലെയാണ് ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥ. ആ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനിയും 7-ാം വാക്യം നോക്കിക്കാട്ടെ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അന്ന് ഇസ്രായേൽ മാത്രമല്ല, നാം എല്ലാവരും തന്നെ കഴിഞ്ഞ കാലത്തെ ജീവിതാനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇവിടെ നാം അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ അല്പകാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു എന്ന് പറയുവാനിടയാകും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളിൽ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെയത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇനി ഞാൻ യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരികയാണ്. കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമം ലംഘിക്കാമെന്ന് കരുതുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് യെശയ്യാവ് പറയുന്നത്. ദൈവം ഉടമ്പടി ലംഘിക്കില്ല. അതിന് അവൻ ഒരിക്കലും മാറ്റം വരുത്തുന്നില്ല. അവൻ ഉടമ്പടി പാലിക്കുന്നു. വാക്ക് പറഞ്ഞാൽ മാറാത്ത വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഇസ്രായേൽ സന്തോഷിക്കുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു എന്ന ആശ്വാസ വചനം ദൈവം അവർക്ക് കൊടുക്കുന്നതായിട്ടാണ്. ഇസ്രായേൽ യഥാസ്ഥാനപ്പെടും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സർവ്വഭൂമിയിലും പരക്കും. അത് സമാധാനമുണ്ടാക്കുവാൻ കാരണമാക്കുകയും ചെയ്യും. നീതിയെ പിന്തുടരുന്നതിൻ്റെ ഫലമായി ഭയത്തിൽ നിന്ന് മോചനമുണ്ടാകും എന്ന് നാം കാണുന്നു. 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് അത് 54-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യമാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവജനത്തിൻ്റെ ശത്രുക്കളായിരുന്നവർ ഒരിക്കലും അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. ഫറവോൻ, ഹാമാൻ, ഹെരോദാവ് ഇവരെല്ലാം അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഈ വാക്യം ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്നൊരു വാഗ്ദത്തമാണ്. അതെ, രക്ഷയ്ക്കായി ദൈവം എല്ലാവരെയും കൃപയോടുകൂടെ വിളിക്കുന്നു എന്നതാണ് യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിലെ വിഷയം. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലെ കഷ്ടപ്പെടുന്ന
ദാസൻ്റെ പ്രവർത്തന ഫലമായി, അതായത് 55-ാം അധ്യായത്തിലെ രക്ഷയുടെ ദാനം സാധ്യമായി എന്നാണ് നാം കാണുന്നത്. 54-ാം അധ്യായത്തിൽ ഇസ്രായേലിൽ അവിടെയുള്ള ജനത്തിന് മാത്രമുള്ളൊരു വിളിയാണ് നാം കണ്ടത്. എന്നാൽ 55-ാം അധ്യായത്തിൽ ഈ വിളി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്. സുവിശേഷം ആദ്യം ഇസ്രായേല്യരുടെ അടുത്തേക്കും പിന്നീട് അന്യജാതിക്കാരുടെ ഇടയിലേക്കും ചെല്ലുവാൻ ഇടയായി എന്ന് നാം കാണുന്നു. വിശുദ്ധ പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ അർത്ഥമാക്കിയത് ലോകം മുഴുവനും ഈ സുവിശേഷം എത്തേണ്ടത് ആവശ്യമാകുന്നു എന്നത്രേ. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യമാണ് ഞാൻ വായിച്ചത് എന്നറിയാമല്ലോ. ഇന്ന് യഹൂദന്മാർക്ക് മുൻഗണനയുണ്ട് എന്ന് ഇതിനർത്ഥമില്ല. അതേസമയം തന്നെ അവരെ ഏറ്റവും ഒടുവിലായി കരുതേണ്ട ആവശ്യവുമില്ല. രക്ഷയുടെ കാര്യത്തിൽ ഇന്ന് മറ്റേത് വ്യക്തിയെയും പോലെ തന്നെ യഹൂദനും തുല്യ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. സുവിശേഷം ഒന്നാമത് ലഭിച്ചത് യഹൂദനാണ്, അത് സത്യം. പെന്തക്കോസ്ത് ദിവസം പത്രോസ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ കൂട്ടത്തോടാണ് സംസാരിച്ചത്. അവിടെ യഹൂദന്മാരല്ലാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ആഹ്വാനം ലോകത്തിന് മുഴുവനായി നൽകുന്നു. ആഗോളമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നതായ മതനേതാക്കന്മാർ ചുരുക്കമായിരുന്നു. അതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 53-ാം അധ്യായത്തിലെ ആ കഷ്ടമനുഭവിക്കുന്ന ദാസൻ്റെ പ്രവർത്തന ഫലമായി രക്ഷയുടെ വാഗ്ദാനം നഷ്ടപ്പെട്ട ലോകത്തിന് മുഴുവൻ നൽകുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ വിളിയുടെ പൂർണ്ണമായ നിവൃത്തി ഇസ്രായേൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഈ വിളി ചുരുങ്ങിയിരിക്കുന്നില്ല. പിന്നെയോ അത് കേൾവിക്കാരായ ഓരോരുത്തരുടെയും സ്വതന്ത്രമായ ഇച്ഛാശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സകലവും ദൈവത്തെ അന്വേഷിക്കുവാനായി പ്രേരിപ്പിക്കപ്പെടുന്നതായി അടുത്ത വാക്യത്തിൽ നാം കാണുന്നു. ഞാൻ 55-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. തൻ്റെ രക്ഷയെക്കുറിച്ച് പരിഗണിക്കുവാൻ അല്പസമയം എടുക്കുക എന്ന് ദൈവം ഓരോ മനുഷ്യനോടും ആവശ്യപ്പെടുന്നു. ഈ ഹൃദയവാഞ്ഛയോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. ബലഹീനമായ എല്ലാ ആത്മാവും തൻ്റെ രക്ഷയുടെ ശക്തമായ ഭുജം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ആഹ്വാനം സർവ്വലോകത്തിനുമായിട്ടുള്ളതാണ്. ഈ വിളി ഭൂമുഖത്തുള്ള ഓരോ പുരുഷനും സ്ത്രീക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ആഹ്വാനം. ജീവിതത്തിൻ്റെ ഏത് തുറയിലും, ഏത് സമൂഹത്തിലും, ഏത് വംശത്തിലും, ഏത് ഗോത്രത്തിലും, ഭാഷയിലും, ഏത് അവസ്ഥയിലും, ഏത് നിറത്തിലും ഉൾപ്പെട്ട എല്ലാ വ്യക്തിക്കുമുള്ള ആഹ്വാനമാണിത്. ആഹ്വാനത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നു എന്ന് ഞാൻ ഇനിയും വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്ലയോ ഏവരുമേ എന്നാണ് വിളി. എന്നാൽ പ്രത്യേകമായി ചിലർക്ക് മാത്രമായി ഇത് പരിമിതിപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി നാം മറന്നു പോകരുത്. അതാർക്കാണെന്നറിയാമോ? ദാഹിക്കുന്ന ഏവരും. അവർ ആരുമായിക്കൊള്ളട്ടെ, ദാഹം അവർക്കാണ് ഇത് ലഭിക്കുക. അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, നീ ലോകത്തിൽ തളർന്നിരിക്കുകയാണോ? ലോകം നിനക്ക് സംതൃപ്തി നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? താങ്കൾ എപ്പോഴാണെങ്കിലും നല്ലതിനു വേണ്ടി കാക്ഷിക്കുന്നുണ്ടോ? എങ്കിൽ ദൈവം താങ്കളോട് പറയുന്നു, നിനക്ക് വേണ്ടി എൻ്റെ പക്കൽ ചിലതുണ്ട് എന്ന്. അനന്തരം ദൈവം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും അത് വില കൊടുക്കാതെ നമുക്ക് വാങ്ങാമെന്ന് പറയുകയും ചെയ്യുന്നു. 3 വിധത്തിലുള്ള പാനീയങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് ഈ ഭാഗത്തുണ്ട്, ശ്രദ്ധിച്ചാട്ടെ. ഒന്നാമത് വെള്ളം. ഇവിടെ വെള്ളത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബഹുവചനമാണ്. ഏകവചനത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഈ വെള്ളം അത്ര മനോഹരവും ആദരണീയവുമാണ്. ഇത് ആത്മാവിനുള്ള ജലമാണ്. ഈ വിധത്തിലുള്ള ജലമാണ് നമ്മുടെ കർത്താവായ യേശു ദാനം ചെയ്തത്. ഇതേ രീതിയിലാണ് ദൈവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് യേശു വിളിച്ചു പറഞ്ഞത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവാണ് ആ ജീവ ഉറവ എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അവിടുന്ന് ജീവൻ്റെ ജലവും നമ്മുടെ രക്ഷകനുമാകുന്നു.
രണ്ടാമതായി ഇവിടെ വാഗ്ദാനം ചെയ്യുന്ന പാനീയം വീഞ്ഞാണ്. വീഞ്ഞ് സന്തോഷത്തെ ചിത്രീകരിക്കും. സദൃശവാക്യങ്ങൾ 31:6 നാം വായിക്കുന്നത്, നശിക്കുമാറായിരിക്കുന്നവന് ആ മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്കാൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിത്തീർന്നു. ഈ സന്തോഷം അവൻ നിങ്ങളുടെ രക്ഷകനായിരിക്കുമ്പോൾ മാത്രമല്ല, അവൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നായകനായിരിക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ കർത്താവായിരിക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷകനായി അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു എന്നത്രേ. ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ കൊടി അവിടെ പറക്കും. താങ്കളുടെ ഹൃദയത്തിൽ യഥാർത്ഥ സന്തോഷം നൽകുവാൻ കഴിയുന്ന മനോഹരമായ പാനീയം അത്രേ അത്. മൂന്നാമത്തെ പാനീയം അത് പാലാണ്. വളർച്ചയ്ക്കും പുഷ്ടിക്കും, പ്രത്യേകിച്ച് ശിശുക്കൾക്ക് പാൽ വളരെ അത്യാവശ്യമാണല്ലോ. എല്ലാവർക്കും പാൽ ആവശ്യമാണ്. ആത്മീയ വളർച്ചയ്ക്ക് ദൈവവചനമാകുന്ന പാൽ അത്യാവശ്യമാണ്. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീനെന്ന്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് കുപ്പിയിൽ പാൽ തയ്യാറാക്കുമ്പോൾ ആ കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശന്നിരിക്കുന്നൊരു കുഞ്ഞ് അവൻ തൊട്ടിയിൽ കിടന്ന്, അല്ലെങ്കിൽ അവൾ തൊട്ടിയിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ആർത്തിയോടെ വായ തുറന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് കാരണം? ആ കുഞ്ഞ് പാൽ കുടിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞാണ്. ഒരു ദൈവ പൈതൽ ദൈവവചനമാകുന്ന പാൽ കുടിപ്പാൻ ഇതുപോലെ ആഗ്രഹിക്കേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ദൈവവചനം പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ താങ്കൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. വിശപ്പില്ലാതെയാകുക എന്നത് ശാരീരികമായി എന്തെങ്കിലും അസുഖത്തിൻ്റെ ലക്ഷണമാണല്ലോ. അതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ തകരാറിൻ്റെ ലക്ഷണമാണ് ദൈവവചനം പഠിക്കുന്നതിന് താല്പര്യമില്ലാതിരിക്കുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ സഭയിലെ വലിയ പ്രശ്നം ഇത് തന്നെയാണ്. നാം ജനങ്ങളെ ഉല്ലാസവും ആഹ്ലാദവും ഉള്ളവരാക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ ദൈവവചനം അവർക്ക് കൊടുക്കുവാൻ ശ്രമിക്കുന്നില്ല. പല സഭാംഗങ്ങളും ആത്മീയ ജീവനില്ലാത്തവരാണ്. താങ്കൾ ദൈവ പൈതലാകുന്നുവെങ്കിൽ ദൈവവചനമാകുന്ന പാൽ കുടിപ്പാൻ താങ്കൾക്ക് താല്പര്യമുണ്ടായിരിക്കും. 55-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. യഥാർത്ഥത്തിൽ അനേകം ആളുകൾ, അവിശ്വാസികൾ പോലും അപ്പമല്ലാത്തതിന് പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. താങ്കൾ താങ്കളുടെ പണം എന്തിനാണ് കൊടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. താങ്കളുടെ ഹൃദയത്തെയും ജീവിതത്തെയും തൃപ്തിപ്പെടുത്താത്ത അറക്കപ്പൊടി ആയിരിക്കും ഒരുപക്ഷെ താങ്കൾ വാങ്ങുന്നത്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് താങ്കളുടെ പ്രയത്നവും ചെലവിടുന്നത് എന്തിന്? ഈ ചോദ്യം ഈ ലോകത്തിലെ സന്തോഷവും ഉല്ലാസവും തേടി നടക്കുന്ന ഓരോരുത്തരോടുമുള്ളതാണ്. ആ സന്തോഷവും ഉല്ലാസവും ചിലവേറിയതാണ്. താങ്കൾ അവയ്ക്ക് വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവ വില കൂടിയതെന്ന് മാത്രമല്ല, അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഇല്ല എന്ന കാര്യം മറന്നു പോകരുത്. അവ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും തീർക്കുന്നവയല്ല. ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ അതിന് കഴിയുകയില്ല. പിന്നെ എവിടെയാണ് സന്തോഷം? പണത്തിന് സന്തോഷം തരുവാൻ കഴിയുമോ? ജെ ഗോൾഡ് എന്ന ഒരു വലിയ കോടീശ്വരൻ മരിക്കുമ്പോൾ ഇപ്രകാരമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്: ലോകത്തിലേക്കും ഏറ്റവും നിർഭാഗ്യവാനായ അരിഷ്ടനായ പിശാച് ഞാനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നോക്കണം, ലോകത്തിലെല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ലോകപ്രകാരം എല്ലാം സമ്പാദിച്ച മനുഷ്യൻ, ഉല്ലാസത്തിന് എന്തും ചെലവഴിക്കുവാൻ മുൻപോട്ടിറങ്ങിയ മനുഷ്യൻ, സംതൃപ്തിപ്പെടുത്തുന്ന വെള്ളവും വീഞ്ഞും പാലും അപ്പവും തരുവാൻ കഴിവുള്ള മേശയിലേക്ക് താങ്കൾ എന്തുകൊണ്ട് കടന്നു വരില്ല? 3-ാം വാക്യം നോക്കിക്കാട്ട്, നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ.
ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ദൈവം ദാവീദിനോട് കരുണയുള്ളവനായിരുന്നു. ഇന്ന് അവൻ എന്നോടും നിങ്ങളോടും കരുണയുള്ളവനായിരിക്കും. ദാവീദിനെ പോലെയുള്ള ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നതിനുള്ള ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത്. ദൈവം ദാവീദിനെ സ്വീകരിച്ചെങ്കിൽ അവൻ എന്നെയും നിങ്ങളെയും സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്നാണ് അത് കാണിക്കുന്നത്. ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ശാശ്വത നിയമം അവ എത്ര മനോഹരമായവയാണല്ലേ. 4ഉം 5ഉം വാക്യങ്ങൾ. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിൻ്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കിയാൽ തന്നെ നിൻ്റെ അടുക്കൽ ഓടി വരും. യേശുക്രിസ്തു ഇന്ന് നമുക്ക് സത്യസാക്ഷിയാണ്. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കുമെന്ന്. അന്ന് യെശയ്യാവിന് നമ്മുടെ ദേശത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നാൽ അവൻ്റെ പ്രവചനത്തിൽ നാമും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴികളും വ്യത്യസ്തമാണ്. ഇന്ന് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയല്ല, ദൈവം മനുഷ്യനെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വാക്യത്തിലെ ആഹ്വാനം ശരിയായിട്ടുള്ളതല്ല എന്ന് ചിലർ പറയാറുണ്ട്. മാനുഷികമായ വീക്ഷണത്തിൽ ഇത് ശരിയാണ്. ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശവും തിരഞ്ഞെടുപ്പും കൊണ്ട് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെയാകുന്നില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിയും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നാൽ കടന്നു വരുവാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കാണ് ഉള്ളത്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. താങ്കളുടെ പാപമാണ് താങ്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾ അവങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായിരിക്കും. താങ്കൾക്ക് യഥാർത്ഥമായി ദാഹമുണ്ടാകുന്നത് അപ്പോഴാണ്. ദൈവം ഇപ്പോൾ പറയുന്നത് 8-ാം വാക്യം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ വഴി മനുഷ്യൻ്റെ വഴിയിൽ നിന്നും ഭിന്നമാണ്. സുവിശേഷമാണ് ദൈവത്തിൻ്റെ വഴി. അത് മനുഷ്യനിർമ്മിതമായ വഴിയല്ല. യാതൊരു മനുഷ്യനും ഒരിക്കലും ഇത് ആസൂത്രണം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചതെന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു. സുവിശേഷം ദൈവത്താൽ ആസൂത്രണം ചെയ്യപ്പെട്ട മാർഗമാണ്. ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. 9-ാം വാക്യം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്യം, ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തി തന്നതാണ് സുവിശേഷം. മനുഷ്യൻ്റെ ബുദ്ധി ഒരിക്കലും വീണ്ടെടുപ്പിൻ്റെ വഴി പിന്തുടരുന്നില്ല. സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ തെറ്റിക്കൂടായ്മയും അതിൻ്റെ വിശ്വസ്തതയും പ്രാധാന്യവും തറപ്പിച്ചു പറയേണ്ടത് ആവശ്യമാണ്. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഈ ഭാഗത്ത് ദൈവവചനത്തിന് ഊന്നൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? സുവിശേഷം നമുക്ക് ദൈവവചനത്തിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. സുവിശേഷം ദൈവ വെളിപ്പാടാണ്. ദൈവവചനത്തെ ഇവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന മഴ പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് സുവിശേഷം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ മനുഷ്യൻ ചിന്തിച്ച് തീരുമാനിച്ച ഒന്നല്ല സുവിശേഷം. മനുഷ്യൻ തൻ്റെ പ്രവർത്തന ഫലമായി ദൈവ വഴി കണ്ടുപിടിക്കുകയല്ല ചെയ്യുന്നത്.
മറിച്ച് മഴ പോലെ സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൈവ വെളിപ്പാടിനെ അവൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനവും ഒരു വിത്താണ്. മഴയും വിത്തും മനുഷ്യഹൃദയത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഫലമുണ്ടായിരിക്കും. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മഴ മൂലം ഭൂമി പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നു. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മുഖാന്തരമാകുന്നു. സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനും സ്തോത്രഗീതം പാടുന്നതായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഒടുവിലത്തെ വാക്യം 13-ാം വാക്യം, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. പാപത്തിൻ്റെ ശാപത്തിൽ നിന്നും ഭൂമി വിടുവിക്കപ്പെടുന്ന സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്തേക്കാണ് ഈ വാക്യം നോക്കുന്നത്. പാപത്തിൻ്റെ ശാപത്തെ മുള്ളും പറക്കാരയും കൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ക്രിസ്തു മരിച്ചപ്പോൾ അവൻ പാപികളെ വീണ്ടെടുക്കുക മാത്രമായിരുന്നില്ല, പിന്നെയോ പാപത്താൽ ശപിക്കപ്പെട്ടിരുന്ന ഭൂമിയെയും അവൻ വീണ്ടെടുത്തു. അതേ സുഹൃത്തെ, തെറ്റിപ്പോയ ഞാനും താങ്കളും എന്നേക്കുമായി നശിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പാപസംബന്ധമായ നമ്മുടെ എല്ലാ കടങ്ങളും ക്രിസ്തു ആ ക്രൂശിൽ കൊടുത്തു തീർത്തു. നമ്മെക്കുറിച്ചുള്ള അവൻ്റെ കരുതൽ എത്ര ആശ്വാസകരമാണ്, ആശ്ചര്യകരമാണ്. അതറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകം തരുന്ന യാതൊന്നിനും മനുഷ്യന് സമ്പൂർണ്ണ തൃപ്തി വരുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നാം അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു ശമര്യക്കാരത്തിയായ സ്ത്രീയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്നാകുന്നു. യേശു പിന്നെയും പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് സമൃദ്ധിയായ ജീവനാകുന്നു. അതനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.